നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് ആറ്റുകാലൊരു വികാരമാണ്. അമ്മേ ശരണം, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഉള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഭക്തജനങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വാക്കുകൾ അപ്രസക്തമാകുന്നൊരു വൈകാരിക മധ്യയാണ് ഞാനിന്ന് ഈ ദേവീ സന്നിധിയിൽ പൊങ്കാലയ്ക്കായി വരുന്ന ഭക്തർക്ക് രാത്രി ഒന്നിച്ചിരിക്കാൻ ഒരു ലക്ഷ്യമിട്ടാണ് തിയേറ്ററുകൾ അന്ന് 3ാം ഷോ സംഘടിപ്പിച്ചത്. അങ്ങനെ എന്തെല്ലാം ഗ്രഹാതുര സ്മരണകളുണ്ട് ആറ്റുകാൽ പൊങ്കാലയുമായിട്ട്. അന്നൊക്കെ പൊങ്കാല ദിവസം പോലും നടന്ന ആറ്റുകാൽ അമ്പലം വരെ വരാനാവുമായിരുന്നു. അത്യാവശ്യം 2 വീലറിലും വരാം. കുറെ കഴിഞ്ഞപ്പോൾ ആണുങ്ങൾക്കൊക്കെ പാസ് നൽകി തുടങ്ങി. എന്റെ ചില അന്യഭാഷ സിനിമാ സുഹൃത്തുക്കളോടൊക്കെ ആറ്റുകാൽ പൊങ്കാലയെ പറ്റി അഭിമാനത്തോടെ ഞാൻ അവരോട് പറയാറുണ്ട്, നോക്കൂ, ഇതുപോലൊരു ക്ഷേത്ര ഉത്സവം ലോകത്ത് എന്റെ നാട്ടിലേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു, എന്റെ ജീവിതത്തിലെ നിർണായകമായ 2 സംഭവങ്ങൾ. 1978 സെപ്റ്റംബർ 3 അന്ന് ഞാൻ ആദ്യമായി അഭിനയിച്ച അഭിനയം എന്ന് പറയാവുന്ന സിനിമയായിരുന്നില്ല, മുഖം കാണിച്ച തിരുനോട്ടം എന്ന സിനിമയുടെ പൂജ ഈ ക്ഷേത്ര സന്നിധിയിൽ വെച്ചായിരുന്നു. അതിനുശേഷം ആദ്യത്തെ ഷോട്ട് എടുത്ത് എൻ്റെ മുകളിലെ വീടിന്റെ നേരെ മുമ്പിലുള്ള റോഡിലാണ്. അതെല്ലാം സാക്ഷിയായി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എൻ്റെ സുഹൃത്തുക്കളായ അശോക് കുമാർ, എസ് കുമാർ, സുരേഷ് കുമാർ എന്നിവരൊക്കെയാണ് ഞാൻ അവരെ ഓർക്കുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ വിവാഹം ആറ്റുകാൽ പൊങ്കാല തലസ്ഥാനത്തിന്റെ തിരുവോണം. ഏതൊരു തിരുവനന്തപുരത്തുകാരനെ പോലെയും എൻ്റെ കൗമാരവും ആറ്റുകാൽ അമ്പല ദർശനവും പൊങ്കാല അനുഭവമായി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ അന്ന് ആറ്റുകാൽ ക്ഷേത്രം ഇത്രയും വികസിച്ചു. തിരുമുറ്റത്തിൽ ക്ഷേത്രത്തിന് ചുറ്റുവട്ടത്തിന്റെ വിസ്തീർണമേ ഉള്ളൂ.